ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥന ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരുന്നതിന് നമ്മെ സഹായിക്കുന്ന ഏറ്റവും ഉചിതമായ വസ്തുതയാണ്. നമുക്ക് നഷ്ടപ്പെട്ട സമയം, കഴിവുകൾ, അവസരങ്ങൾ ഇവയെ ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ ദാനമായ ഈ പുതിയ ദിവസം, പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ അവസരങ്ങൾ ഉപയോഗപ്രദമാക്കി ഇന്നലെകളിൽ ഉണ്ടായ കുറവുകളെ, നഷ്ടങ്ങളെ നികത്താൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നിന്റെ സഹായത്തിന് ശക്തനായ ദൈവം നിനക്ക് താങ്ങും തണലുമായി നിന്റെ കൂടെയുണ്ടാകും. ഈ ദിവസം ഒരു അനുഗ്രഹവും അവസരവുമാണ് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനവും പ്രാർത്ഥനയും ഇവയെല്ലാം ഉപയോഗപ്രദമാക്കി ദൈവം നൽകിയ ഈ പുതിയ അവസരങ്ങൾ എങ്ങനെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന്, ഇന്നലെകളിൽ നമുക്ക് സാധിക്കാതെ പോയ കാര്യങ്ങൾ, നാം നഷ്ടപ്പെടുത്തിയ കഴിവുകൾ, സമയം, അത് ഇന്ന് ആവർത്തിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് ദൈവത്തിൽ നിന്നും എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായി ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 142 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാതികൾ ചൊരിയുന്നു. എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു. ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങ് അറിയുന്നു. ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണി വെച്ചിരിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായി നൽകിയ നിന്റെ ഈ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ അവസരങ്ങളെ, നീ ഞങ്ങൾക്ക് വേണ്ടി തന്ന സമയം, ഞങ്ങൾക്ക് വേണ്ടി നൽകിയ ആരോഗ്യം, സാഹചര്യങ്ങൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ ജീവനും ജീവിതവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ ശരീരം, മനസ്സ്, അന്തരാത്മാവ് അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കുള്ള കഴിവുകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങളെ, ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പുതിയ ദിവസം നിന്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്, നിന്റെ കരുണയുടെ ഭാഗമായി നീ ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ്. ദൈവമേ, ഈ ദിവസം പൂർണ്ണമായി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഉപയോഗപ്രദമാക്കാൻ, പാപത്തെ അതിജീവിച്ച്, തിന്മയെ അതിജീവിച്ച്, പ്രലോഭനങ്ങളെ അതിജീവിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലെ ഈ ദിവസം പൂർണ്ണമായി ഉപയോഗപ്രദമാക്കാൻ ഇന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ, അഭിവൃദ്ധിയുണ്ടാകാൻ, നഷ്ടപ്പെട്ട നന്മകളെ തിരികെ കിട്ടാൻ ഇന്നത്തെ ഈ ദിവസം പൂർണ്ണമായി ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നതിന് മുൻപ് നീ ഞങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നതാണല്ലോ. മകനെ, മകളെ, ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവമേ, നീ കാണിച്ചു തരുന്ന വഴിയെ നടക്കുന്നതിന് നിന്റെ ജ്ഞാനവും കൃപയും ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവേ, എല്ലാറ്റിലും ഉപരി നിന്റെ അനുഭാവം ഇന്ന് ഞങ്ങൾക്കുണ്ടാകണം. നിന്റെ ഫേവർ ഇന്ന് ഞങ്ങൾക്കുണ്ടാകണം. ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ നടക്കാൻ, അനുകൂലമായ വിജയം നേടാൻ, അനുകൂലമായ ഉയർച്ചയുണ്ടാകാൻ,
അനുകൂലമായ വിജയമുണ്ടാകാൻ ദൈവമേ ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയുടെ, ഈ കുടുംബത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ ഹൃദയം നീ പരിശോധിച്ചറിഞ്ഞ് ഇവരുടെ ജീവിതത്തിൽ നീ നൽകാൻ പോകുന്ന കൃപകളെ സ്വീകരിക്കുവാൻ ഇവരെ നീ യോഗ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് വരുന്നത് നീ അതിന് ഉപയോഗിക്കുന്ന വ്യക്തികളിൽ കൂടി ഞങ്ങളിലേക്ക് നീ നൽകുന്ന ഈ അനുഗ്രഹം നന്ദിയോടെ ഓർക്കാൻ, നിനക്ക് നന്ദി പറയുവാൻ, ആ വ്യക്തികളെ ഓർത്ത് നന്ദിയോടെ സ്മരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഇന്നുവരെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി ഉപയോഗിക്കുന്നത് വ്യക്തികളെയാണ്, മറ്റു മനുഷ്യരെയാണ്. അതിനാൽ ഓരോ വ്യക്തിയിലൂടെയും നീ ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ആ വ്യക്തിയിലൂടെയാണ് എന്ന് മനസ്സിലാക്കാനും, ആ വ്യക്തിയെ ഓർത്ത് നിനക്ക് നന്ദി പറയാനും, ആ വ്യക്തിയെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അവർക്ക് നന്മ വരാൻ പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് ശക്തി തരണമേ. വിശാലമായ ഹൃദയം തരണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു, നീ ഞങ്ങൾക്ക് നൽകുന്നു. അതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നാൽ കർത്താവ് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, കർത്താവ് ഉപയോഗിക്കുന്ന വ്യക്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അതിനാൽ തന്നെ ആ വ്യക്തികളെ ദൈവമേ നിന്റെ ദാനമായി കണ്ട്, നിന്റെ അനുഗ്രഹമായി കണ്ട്, നീ നൽകുന്ന നന്മയായി കണ്ട് അവരെ മാനിക്കാൻ ഞങ്ങൾക്ക് ഹൃദയവിശാലത തരണമേ. കർത്താവേ, അവരുടെ കുറവുകളെ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് ഹൃദയവിശാലത തരണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ അനുഗ്രഹങ്ങളെ ഇന്നുവരെ ഞങ്ങൾ പ്രാപിച്ചത് മറ്റുള്ള വ്യക്തികളിലൂടെയാണ്. അതിനാൽ ദൈവമേ, നീയാണ് വ്യക്തികളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്നത്. അതിനാൽ ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകിയ നന്മകളെ, നീ ഉപയോഗിച്ച വ്യക്തികളെ ഇന്ന് ഈ പ്രഭാതത്തിൽ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവർ എവിടെയാണെങ്കിലും, അവർ ആരാണെങ്കിലും, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് ജീവിത രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിലും, കർത്താവേ, ഇന്ന് നീ അവരെ അനുഗ്രഹിക്കണമേ, അവരെ ആശീർവദിക്കണമേ എന്ന് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ, അവരുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ, ആഗ്രഹങ്ങളെ ഇന്ന് നീ അറിയുന്നല്ലോ. ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മയുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവരുടെ ജീവിതത്തിലേക്ക് നീ അനുഗ്രഹവുമായി കടത്തിവിടുന്ന വ്യക്തികളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, നീയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രേഷ്ഠ കർത്താവ്. ഞങ്ങളുടെ ശ്രേഷ്ഠാവായ ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ശത്രുക്കളെ പോലും നീ ഞങ്ങൾക്ക് അനുകൂലമായി നടത്താൻ നിനക്ക് സാധിക്കും. അതിനാൽ ഞങ്ങൾ ഇന്ന് ആരെയും മാറ്റി നിർത്താതെ, ഇന്നലെ വരെ ഞങ്ങൾ മാറ്റി നിർത്തിയിരുന്ന വ്യക്തികളെ ഇന്ന് ദൈവസ്നേഹത്തിൽ കൂട്ടിച്ചേർക്കാൻ, ഹൃദയത്തിൽ അവരോട് അനുഭാവമുണ്ടാകാൻ, എപ്പോൾ എവിടെ ഏത് വ്യക്തിയെയാണ് ദൈവം ഇന്നത്തെ എൻ്റെ ജീവിതം മനോഹരമാക്കാൻ ഉപയോഗിക്കുന്നത് എന്നെനിക്കറിയില്ല. അതിനാൽ ഞാൻ ആരോടും ഇന്നു മുതൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, ശത്രുത കാണിക്കാതെ, നീരസം കാണിക്കാതെ, ആരോടും വക്രതയും തിന്മയും ചെയ്യാതെ ഇന്ന് എല്ലാവരെയും ദൈവത്തിൻ്റെ ദാനമായി കണ്ട്, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, ഇവരെ ആണ് നീ ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നതെങ്കിൽ, അഥവാ മറ്റ് അയൽവാസികളെ, അഥവാ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്ന ശത്രുക്കളെന്ന് പേരെഴുതിയിരിക്കുന്ന മറ്റു വ്യക്തികളെ ആണ് നീ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നന്മയ്ക്കായി ഉപയോഗിക്കുന്നതെങ്കിൽ, കർത്താവേ, അവരെ ഉൾക്കൊള്ളുവാൻ ഇന്ന് നീ ഞങ്ങൾക്ക് വിശാലമായ ഹൃദയം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താതെ, കർത്താവ് എല്ലാവരോടും കരുണ കാണിച്ച്
എല്ലാവരെയും തൻ്റെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തുന്നത് പോലെ ഇന്ന് ഞങ്ങളും ആരെയും മാറ്റി നിർത്താതെ, ആരോടും ശത്രുത കാണിക്കാതെ എല്ലാവരെയും യേശുനാമത്തിൽ സ്വീകരിക്കുവാനും സ്നേഹിക്കാനും പരിഗണിക്കാനും കരുണ കാണിക്കാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ ഇന്ന് നീ കരുണ ചൊരിയണമേ. ഇന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവെ, തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ ഇന്ന് നീ ഇടപെടണമേ. മക്കളുടെ വിവാഹം നടക്കാതെ ഒത്തിരി നാളുകളായി തടസ്സങ്ങൾ കാരണം വിവാഹം നടക്കാതെ അനേകം മാതാപിതാക്കൾ, അനേകം യുവതി-യുവാക്കൾ ദുഃഖിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിന്മേൽ ഇന്ന് നീ ഇടപെടണമേ. കർത്താവേ, നീയാണ് യഥാർത്ഥ ജീവിത പങ്കാളിയെ കൂട്ടിച്ചേർക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ ഇന്ന് ഭാരപ്പെടുന്ന ഈ വിഷയത്തിന്മേൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനേകർ വിവാഹിതരാകാൻ ആഗ്രഹിച്ചിട്ടും യഥാർത്ഥ ജീവിത പങ്കാളിയെ ലഭിക്കാത്തതിനാൽ വിവാഹം മുടങ്ങിപ്പോകുന്നു. ഈ മേഖലയിൽ ഇവർക്ക്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സൗഖ്യം തരണമേ. ഈ മേഖലയിലെ തടസ്സങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. കർത്താവെ, ഈ വർഷം നടത്താൻ നീ തീരുമാനിച്ചിരിക്കുന്ന വിവാഹങ്ങൾ അത് ആർക്കും അത് തടസ്സപ്പെടുത്താൻ അനുവദിക്കാതെ ഇന്ന് ഈ മാസം തന്നെ അത് നടത്താൻ നീ കരുണയോടെ ഈ മക്കളുടെ മേൽ ഇടപെടണമേ. എത്ര അസാധ്യമെന്ന് ഞങ്ങൾ വിചാരിച്ചാലും നിനക്കത് സാധ്യമാക്കാൻ സാധിക്കും. അതിനാൽ ഈ മാസം നടന്നു കിട്ടേണ്ട എല്ലാ നന്മകളെയും നടത്തിയെടുക്കാൻ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ. ഞങ്ങളെ ഒരു പുതിയ അഭിഷേകം നൽകി ഇന്നത്തെ പൂർണ്ണമായ അനുഗ്രഹം പ്രാപിക്കാൻ പുത്തൻ അഭിഷേകം നൽകി കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ദൈവത്തിൻ്റെ അനുഭാവം ഞങ്ങൾക്കുണ്ടാകാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ഇന്ന് അവർക്കാവശ്യമായ കാര്യങ്ങളെ വ്യക്തതയോടെ അവർ നിന്നോട് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ നീ ഈ മക്കളുടെ മേൽ കരുണ ചൊരിയുന്നതിനെ ഓർത്ത്, അവരുടെ ആവശ്യങ്ങളുടെ മേൽ കൃപ ചൊരിയുന്നതിനെ ഓർത്ത്, അവരുടെ ആവശ്യങ്ങളിൽ ഇടപെട്ട് സഹായിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഇന്നെല്ലാ കാര്യങ്ങളും കർത്താവെ നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കാത്തുപരിപാലിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ കാര്യങ്ങളും അവിടുത്തെ അനുഭാവത്തോടെ നമുക്ക് സ്വീകരിക്കാൻ, നമുക്ക് നടത്തിക്കിട്ടാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും കർത്താവ് അനുകൂലമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഇന്നത്തെ ദിവസം ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടുകൂടെ
ദൈവഭയത്തോടുകൂടെ ജീവിക്കുവാൻ ദൈവം നൽകിയ അവസരങ്ങളെ, അനുഗ്രഹങ്ങളെ പൂർണ്ണമായി ദൈവേഷ്ടപ്രകാരം ഉപയോഗപ്രദമാക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ആ വ്യക്തികളിന്മേലും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.